ഹലോ അസ്സാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞങ്ങൾ ഒമാൻക്ക് പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു വ്ളോഗാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളൊരു ഉച്ച കഴിഞ്ഞാണ് പുറപ്പെട്ടത്. ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് തന്നെ റെസ്റ്റോറൻറ്റിൽ കയറി ഒരു യമൻ മന്തി കഴിച്ച്. ഞങ്ങൾ മാത്രമല്ല പോണത്, ഞങ്ങളുടെ കൂടെ ഫവാസ് ഖാൻ്റെ കസിനും വൈഫും ഉണ്ട്. അങ്ങനെ കുറേ പോയതിന് ശേഷം നമ്മൾ ബോർഡറൊക്കെ എക്സിറ്റായി ഒമാനിലേക്ക് എൻ്ററായി. ബോർഡറിൻ്റെ അവിടെ വീഡിയോ അലൗഡ് അല്ലാത്തതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ നമ്മൾ പോണ വഴിക്ക് ഒമാനിൽ ശേഷം ഒരുപാട് വാദികൾ കണ്ട്. അങ്ങനെ ഫസ്റ്റ് വാദിയിൽ ഞങ്ങൾ വണ്ടി നിർത്തി. പോകുന്ന വഴിക്ക് നമുക്ക് ഒരുപാട് വാദികൾ കാണാൻ കഴിയും. വെള്ളമൊക്കെ നല്ല തെളിഞ്ഞ വെള്ളമായിരുന്നു, നമുക്ക് ഇറങ്ങാനൊക്കെ പറ്റും. ബട്ട് അവിടെ വെഴുക്കൽ കൂടുതലായിരുന്നു, അതുകൊണ്ട് ശ്രദ്ധിച്ചു വേണം ഇറങ്ങാൻ. കുട്ടികളുള്ളവരൊക്കെ നല്ല ശ്രദ്ധിക്കണം. ചുറ്റും നല്ല വൃത്തിയുള്ള വാദിയായിരുന്നു അത്. ഞങ്ങൾ ഒരുപാട് നേരം അവിടെ സ്പെൻഡ് ചെയ്ത്. അങ്ങനെ ഒരുപാട് സമയങ്ങൾക്ക് ശേഷം ഞങ്ങൾ വാതിൽ നിന്ന് ഇറങ്ങി പോകാൻ തുടങ്ങി. പോകുന്ന വഴിക്ക് ഇതുപോലെ ഒരുപാട് തെങ്ങുകൾ കാണാം. ഇടയ്ക്ക് നമ്മുടെ കേരളം പോലെ ഒരുപാട് സ്ഥലങ്ങൾ കാണാൻ കഴിഞ്ഞു. അങ്ങനെ നമ്മൾ ഫസ്റ്റ് പോണത് എൻ്റെ മാമാൻ്റെ അടുത്തേക്കാണ്. ബുറൈമയിലാണ് ആൾ താമസിക്കുന്നത്. ഞങ്ങൾ ആദ്യമായിട്ടാണ് അങ്ങോട്ട് പോകുന്നത്. ബുറൈമയിൽ ഡേറ്റ്സ് മാർക്കറ്റിലാണ് മാമാൻ്റെ ബിസിനസ്. ആദ്യമായി പോകുന്നത് കൊണ്ട് തന്നെ നമുക്ക് അറിയണ്ടായിരുന്നില്ല എവിടെയാണെന്ന്. കാരണം കുറേ ഡേറ്റ്സ് മാർക്കറ്റും ഫ്രൂട്ട് മാർക്കറ്റും ഒക്കെ അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. അങ്ങനെ ആളുകളോട് ചോദിച്ചു, അവർ തന്നെ വഴിയെല്ലാം പറഞ്ഞു തന്ന്. അവർക്ക് പറഞ്ഞപ്പോൾ തന്നെ മനസ്സിലായി. അങ്ങനെ നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. മാമാക്ക് നമ്മൾ വരുന്നത് അറിയുന്നുണ്ടായിരുന്നില്ല, അതുകൊണ്ട് തന്നെ ആൾ ഭയങ്കര സർപ്രൈസ്ഡായി. നമ്മളെ പ്രതീക്ഷിച്ചിട്ടില്ല ആൾ. അങ്ങനെ ആളിനെ കണ്ട് നമ്മൾ കണ്ടപ്പോൾ തന്നെ ആൾക്ക്
ഒരു സർപ്രൈസ്ഡ് ആയ. അങ്ങനെ മാമാനൊക്കെ കണ്ട് നിന്ന് സംസാരിച്ച്, മാമ തിരക്കിലായിരുന്നു. ആളുകളൊക്കെ വരുന്നുണ്ടായിരുന്നു ഡേറ്റ്സൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട്. നല്ല ഫ്രഷ് ഡേറ്റ്സൊക്കെയാണ് ആളുടെ അടുത്തുള്ളത്. അപ്പോൾ ഒമാനിലുള്ളവർ മസ്റ്റായിട്ട് അങ്ങോട്ട് പോയി നോക്കുക. അങ്ങനെ മാമ നമുക്ക് എന്തൊക്കെയോ ഒരു സാധനങ്ങളൊക്കെ തന്ന്, പേരൊന്നും എനിക്കറിയില്ല. അപ്പോൾ പറഞ്ഞെന്ന് പിന്നെ ഞാൻ മറന്ന്. അങ്ങനെ അവിടെ കുറേ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു, ഇതൊക്കെ കാണിച്ചു തന്ന്. പിന്നെ മാമാക്ക് അവിടെ റൂമൊക്കെ ഉണ്ട്, അതുകൊണ്ട് തന്നെ നമ്മൾ അന്ന് അവിടെ നിന്ന് വിട്ടില്ല. റൂമിലേക്ക് പോവുക എന്നൊക്കെ പറഞ്ഞ് എന്തായാലും പിടിച്ച് വലിച്ചു കൊണ്ടേ കുറേ ഫ്രൂട്ട്സ് ഐറ്റംസ് അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ വാങ്ങി കൊണ്ടുവന്ന് അങ്ങനെ നമ്മൾ അതെല്ലാം കഴിച്ച് അന്ന് അവിടെ സ്റ്റേ ചെയ്ത് പിന്നെ നമ്മൾ പിറ്റേ ദിവസമാണ് പോകുന്നത്. ഇങ്ങനെ ഒരുപാട് റോഡുകൾ അവിടെ ഉണ്ടായിരുന്നു. ഫ്ലഡൊക്കെ ബാധിച്ച് നമ്മൾ ഒരുപാട് റോഡിലൂടെ ഇങ്ങനെ പോയി. അങ്ങനത്തെ ഒരു റോഡാണിത്. പിറ്റേ ദിവസം നമ്മൾ വേറെ ഒരു റൂം എടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ നമ്മളൊരു ഹോട്ടലിൽ റൂം എടുത്ത് പിറ്റേ ദിവസം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുന്നതാണ് ഞങ്ങൾ. നല്ല ഹൈ ലെവൽ ലക്ഷറി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ മെനു ഒക്കെ ആയിരുന്നു. അതാണ് ഇനി കാണിക്കാൻ പോകുന്നത്. അങ്ങനെ നമ്മളെടുത്ത ബ്രേക്ക്ഫാസ്റ്റാണിത്. പിന്നെ നമ്മൾ പൂളിലേക്ക് പോയി. അങ്ങനെ സായിദ് ആദ്യം ഇറങ്ങാനൊന്നും സമ്മതിച്ചില്ല. പിന്നെ അവൻ ഇറങ്ങിയിട്ട് കയറാതെയായി. അങ്ങനെ നമ്മൾ തിരിച്ചു പോവാണ് ദുബായിലോട്ട്. അധികം എക്സ്പ്ലോർ ചെയ്യാനൊന്നും പറ്റിയില്ല. ഇൻഷാല്ലാ ഇനി നെക്സ്റ്റ് ടൈം പോകണം എന്ന് വിചാരിക്കുന്നുണ്ട്, സലാലെല്ലാം. അപ്പോൾ ഇനി ഇൻഷാല്ലാ നെക്സ്റ്റ് വ്ളോഗായിട്ട് കാണാം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.